എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പുട്ടിനും അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കിടുക്കാച്ചി കറിയാണ്. തനി നാടൻ മസാലയിലാണ് നമ്മുടെ ഇന്നത്തെ കറിയുടെ പാചകവും. നല്ല സ്വാദാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പവുമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ അളവിലാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. ആദ്യമേ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ചിക്കൻ ഒരു മയമൊക്കെ കിട്ടാനായിട്ട് വെളിച്ചെണ്ണ 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ചിക്കന് ആവശ്യമായ ഉപ്പ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുവാണ്. ചിക്കൻ കറിയുടെ ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 4 സവാളയും 200 ഗ്രാം അളവിൽ കൊച്ചുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2 ബോൾ വെളുത്തുള്ളിയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നമ്മുടെ മസാലകൾക്കായിട്ട് 1 സ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടി, 2 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ അളവില് പെരിഞ്ചീരകം, 6 പച്ചമുളക്, 1 സ്പൂൺ അളവില് കശകശ, 8-10 ഏലക്ക, 2 കഷ്ണം കറുവപ്പട്ട, 6 ഗ്രാമ്പു, 1 തക്കോലും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റി നല്ല പോലെ ഒന്ന് അരച്ചു വെക്കണം. മസാലകൾ ഞാനിതുപോലെ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയുടെ പാചകം തുടങ്ങാം. കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഇപ്പോൾ നല്ലോണം തന്നെ ഒന്ന് മുപ്പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന വെളുത്തുള്ളിയിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ചേർക്കാം. സവാളയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റാം. വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി വഴറ്റിയെടുക്കാം. വഴറ്റുന്ന മസാലയിലേക്ക് 2 ബേ ലീഫ് കീറി ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റാം. വഴറ്റുന്ന സവാള ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള മസാലകൾ ചേർത്ത് വഴറ്റാം. മസാലകളും കൂടെ ചേർത്ത് ഈ മസാലകളൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെയും നമുക്ക് നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. മസാലകളൊക്കെ ഇപ്പോൾ നല്ലതുപോലെ മൊരിവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് ചിക്കനും മസാലയും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റാം. മസാലയിൽ ഇട്ട് കൊടുത്ത് ചിക്കൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പീസുകൾ ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയാൽ നമുക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് വേണം ചിക്കൻ പീസുകൾ മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഇനി കഷ്ണങ്ങളിൽ നിന്നും വെള്ളം ഒന്ന് ഇറങ്ങി വരാനായിട്ട് ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ചെറിയ തീയിലേക്ക് വേവിക്കാനായിട്ട് വെച്ചപ്പോഴേക്കും അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. കറിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. കഷ്ണങ്ങൾ ഇനി ഒന്ന് വേവുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കറി റെഡിയാക്കി എടുക്കേണ്ടത്. വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇത്രയും നേരം ചെറിയ തീയിൽ വെച്ചിട്ടാണ് പാചകം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല കുറുകിയ ഗ്രേവിയിൽ കറി കഷ്ണങ്ങളൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നല്ല കുറുകിയ ഗ്രേവിയിലാണ് കറി പാകമായി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. ഇതിന്റെ മേലെയായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.